മലപ്പുറം വാഴക്കാട് ലഹരിക്കേസിൽ ഒരാൾ കൂടി കസ്റ്റഡിയിലായി. ചെമ്മാട് സ്വദേശി അബു ത്വാഹിറാണ് കസ്റ്റഡിയിലുള്ളത്. കേസിൽ അറസ്റ്റിലായ മുഹമ്മദ് ഷബീബിന് വേണ്ടി ഒമാനിൽ നിന്ന് MDMA എത്തിച്ചത് അബു ത്വാഹിറാണ്. വിപിൻ സി വിജയൻ ചേരുന്നുണ്ട് മലപ്പുറത്ത് നിന്ന്. വിപിൻ, ഈ ലഹരിക്കേസിൽ ഒരാൾ കൂടി പിടിയിലാകുമ്പോൾ കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാകുന്നുണ്ടോ പോലീസിന്? പ്രവിത, ഈ MDMA കേസിനെ കൂടുതൽ ഗൗരവമുള്ളതാക്കുന്നത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ഒമാനിൽ നിന്ന് 1/2 കിലോയിലധികം MDMA കേരളത്തിലേക്ക് കരിപ്പൂർ വിമാനത്താവളം വഴി എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. രണ്ട്, ഇത് കൊടുക്കാനായി കൊണ്ടുവന്നത് 2 സിനിമാ നടിമാർക്കാണ് എന്നുള്ളതാണ് ഒരു മൊഴിയായി ഇപ്പോൾ പ്രധാന പ്രതി മുഹമ്മദ് ഷബീബ് നൽകിയിരിക്കുന്നത്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായും അന്വേഷണത്തിലുള്ളത്. ഇന്നലെ ഏകദേശം വൈകിട്ട് പോലീസിന് വിവരം ലഭിക്കുന്നു, ഇങ്ങനെ ഒരു MDMAയുമായി ഒരാളുണ്ട് എന്നുള്ളൊരു വിവരം ലഭിക്കുന്നു. അതിൻ്റെ ഒരു അന്വേഷണത്തിൽ ഇന്നലെ രാത്രിയാണ് ഒരു പ്രധാന പഞ്ചനക്ഷത്ര ഹോട്ടലിൻ്റെ പാർക്കിംഗ് ഏരിയയിൽ നിന്ന് 510 ഗ്രാം MDMAയുമായി മുഹമ്മദ് ഷബീബ് എന്ന കാളികാവ് സ്വദേശിയെ പോലീസ് പിടികൂടുന്നത്. ഡാൻസാഫും വാഴക്കാട് പോലീസും ചേർന്നാണ് പിടികൂടുന്നത്. ആ ഒരു ചോദ്യം ചെയ്യലിലാണ് ഇത് 2 നടിമാർ ഇവിടെ വരുമെന്നും തൻ്റെ കയ്യിൽ നിന്നും ഇത് വാങ്ങുമെന്നുള്ളതാണ് അറിയിച്ചിട്ടുള്ളത്. ഒപ്പം തന്നെ എറണാകുളത്തേക്ക് ഇത് കൊണ്ടുപോകാനാണ് എന്നുള്ള വിവരവുമാണ് കൈമാറിയത്. എന്നാൽ ഇത് ആരാണെന്നോ എന്താണെന്നോ ഷബീബിനും ഇതേക്കുറിച്ച് അറിയില്ല. ഷബീബിന് ഇത് ഏൽപ്പിച്ച ആൾ ആ രീതിയിലുള്ള വിവരങ്ങളൊന്നും തന്നെ കൈമാറിയിട്ടില്ല. ഇതാണ് ഇപ്പോൾ നിൽക്കുന്ന ഒരു ചിത്രമുള്ളത്. അപ്പോൾ കൊണ്ടോട്ടി ഡിവൈഎസ്പിയുടെയും അതുപോലെ തന്നെ സ്പെഷ്യൽ ബ്രാഞ്ച് ഡിവൈഎസ്പിയും ഇപ്പോൾ ചോദ്യം ചെയ്ത് കഴിഞ്ഞു. കൂടുതൽ വിശദമായിട്ടുള്ള മൊഴി, ഈ ഷബീബിന്റെ മൊഴി രേഖപ്പെടുത്തേണ്ടതുണ്ട്. ഒപ്പം തന്നെ ഒമാനിൽ നിന്ന് ഇത് കൊണ്ടുവന്നിട്ടുള്ള അബു താഹിറാണ് ഇപ്പോൾ രണ്ടാമത് പോലീസിന്റെ കസ്റ്റഡിയിലായിരിക്കുന്നത്. പാൽപ്പൊടിക്കുള്ളിൽ ഒളിപ്പിച്ച നിലയിലായിരുന്നു MDMA കേരളത്തിലേക്ക് കടത്തിയത്. അത് ഇന്നലെയാണ് എത്തിയത്. അതിനുശേഷമാണ് ഇത് ഷബീബിന് കൈമാറുകയും ചെയ്തത്. അപ്പോൾ ഇതിലുള്ള ഒരു സിനിമാ ബന്ധമുണ്ടോ തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ ഒരു വ്യക്തത വരേണ്ടതുണ്ട്. ഈ മൊഴി എന്തായാലും മലപ്പുറം SP ഇപ്പോൾ സ്ഥിരീകരിച്ചിട്ടുണ്ട്. അത് പറ്റിയിട്ടുള്ള കൂടുതൽ അന്വേഷണങ്ങൾ നടക്കുമെന്നുള്ളത് കൂടിയാണ് നിലവിൽ അറിയിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ ഇത്രയേറെ വന്നിട്ടുള്ളത് അത് ഈ ന്യൂ ഇയർ പാർട്ടി, ഒപ്പം തന്നെ ക്രിസ്മസ് ആഘോഷങ്ങളുടെ ഭാഗമായിട്ടാണ് എന്നാണ് ലഭിച്ചിരിക്കുന്ന വിവരം. കൊച്ചിയും ഗോവയുമാണ് പ്രധാനമായിട്ടുള്ള ഒരു ഏരിയ. അവിടേക്ക് വന്നിട്ടുള്ള സിന്തറ്റിക് ലഹരിയാണ് ഇതെന്നുള്ളത് കൂടിയാണ് പോലീസിന് ലഭിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഗൗരവമായിട്ടുള്ള ഒരു അന്വേഷണവും നടക്കുന്നുണ്ട്. പ്രവിത.